ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനാണല്ലേ വണ്ടി ഓടിച്ചത്? ആണെങ്കിൽ ഏയ് നീ എന്തേ കാണിച്ചത്? നിക്ക് മാഡം, ഞാൻ ഈ കേസ് ഒന്ന് തീർത്തോട്ടെ. അപ്പോ റിപ്പോർട്ട് ഞാൻ വേണ്ട പോലെ കൊടുത്തോളാം. മാഡത്തിന് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. മാഡം 1 മിനിറ്റ്. ആരാ ഈ നെല്ലിശ്ശേരിക്കാരുടെ വക്കീല്? അഡ്വക്കേറ്റ് ആരതി വർമ്മ. ഓ, അത്ര സീനിയർ ഒന്നും അല്ല, പക്ഷെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അങ്ങനെ പുലി പോലെ വന്നത് പൂച്ച പോലെ പോയി. അതുകൊണ്ട് മാത്രമായില്ല. ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നതേ അഡ്വക്കേറ്റ് ആരതി വർമ്മയാ. അവള് ചില്ലറക്കാരിയല്ല. അവളെ ഒന്ന് വരച്ച വരയിൽ നിർത്തേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം മാഡം. ഇതിൽ മൂർത്തി ഇടപെടണ്ട. എനിക്കെന്തായാലും അഡ്വക്കേറ്റ് ആരതി വർമ്മയെ ഒന്ന് നേരിട്ട് കാണണം. വക്കീല് പേടിച്ചു പോയോ? ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ കോടതിയും കേസും ഒക്കെ ആയിട്ട് പോകാൻ പറ്റൂ. ആക്സിഡന്റിൽ മരിച്ച ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് കിട്ടും. ആവശ്യമില്ലാത്ത വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചാലേ മാഡത്തിന്റെ സമയം അവസാനിക്കും. താനാണല്ലേ വണ്ടി ഓടിച്ചത്? ആണെങ്കിൽ ഏയ് നീ എന്തേ കാണിച്ചത്? നിക്ക് മാഡം, ഞാൻ ഈ കേസ് ഒന്ന് തീർത്തോട്ടെ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ റോഡ് സാധാരണ മനുഷ്യർക്ക് നടക്കാനുള്ളത് കൂടിയാ. നീ എന്റെ ഡ്രൈവറെ തല്ലിയല്ലേ? അത് കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. മാഡം എന്നെ ഭീഷണിപ്പെടുത്താൻ ഇറങ്ങിയതാണോ? ഭീഷണിയൊന്നുമല്ല. നിനക്കേ ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാ. അല്ല, മാഡത്തിന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാണോ ജോലി? ഈ മുന്നറിയിപ്പ് തരാനേ. പരിഹസിക്കണ്ട. നിനക്കെന്നെ അറിയില്ല. എനിക്കെതിരെ കേസുമായിട്ട് ഇറങ്ങി തിരിച്ചാ അത് നിന്റെ നാശത്തിനായിരിക്കും. എന്റെ കേസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഒരു വെറും ടാക്സി ഡ്രൈവർക്ക് വേണ്ടി നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങരുത്. മാഡം, ടാക്സി ഡ്രൈവർ എന്ന് ഉദ്ദേശിച്ചത് സച്ചിയാണോ? അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി. സച്ചി എന്ന ആ പാഴ് ജന്മത്തിന് വേണ്ടി വെറുതെ നിന്റെ ജീവൻ കളയരുത്. അതിന് എന്റെ ജീവൻ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ അലമാരിയിലാണോ? ആണോ? നാവിന് നല്ല മൂർച്ചയാണല്ലോ. എന്റെ നാവിന്റെ മൂർച്ചയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, സച്ചിയുടെ കേസിൽ നിന്ന് വക്കീല് പിന്മാറണം. ഇല്ലെങ്കിൽ സ്വന്തം ജീവൻ വെറുതെ എന്തിനാ അപകടപ്പെടുത്തുന്നത്? മാഡം,
സച്ചിയുടെ കേസിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. സച്ചിക്കും കുടുംബത്തിനും നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു വാങ്ങിക്കൊടുക്കും. നീ ഇപ്പൊ അവന്റെ പിന്നാലെയാണെന്ന് എനിക്കറിയാം. അവനെ കണ്ടപ്പോ തന്നെ നിന്റെ പ്രണയം പൂത്തുലഞ്ഞതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവനും നീയും തമ്മിൽ വെറൊരു വക്കീലും ക്ലയന്റും തമ്മിലുള്ള ബന്ധമല്ലെന്നും നാട്ടിലൊരു പാട്ടുണ്ട്. പാടുന്നവർ പാടട്ടെ, ഹൂ കെയേഴ്സ്. സച്ചിയും കുടുംബത്തിനെയും ചതച്ച് നേടിയതെല്ലാം ഞാൻ അവർക്ക് തിരിച്ചു വാങ്ങിക്കൊടുക്കും. അവന്തിക അസോസിയേറ്റ്സിന്റെ അടിവേര് ഞാൻ പിഴുതെടുക്കും. സച്ചിയോടുള്ള അമിത താല്പര്യം കൊണ്ടും ആവേശം കൊണ്ടും ആണ് നീ ഈ കേസിനോട് ഇത്ര താല്പര്യം കാണിക്കുന്നത്. ഏത് സമയം നോക്കിയാലും നീ അവന്റെ പിന്നാലെ ആണല്ലോ. ആ ടാക്സിക്കാരനും കുടുംബത്തിനും വേണ്ടി നീ ഇപ്പൊ ചെയ്യുന്നത് പാഴ്വേലയാണെന്ന് നിനക്ക് താനെ മനസ്സിലായിക്കോളും. അത് തീരുമാനിക്കേണ്ടതേ കോടതിയാ. ചതിയും വഞ്ചനയും മാത്രം കൈമുതലാക്കിയ നിങ്ങളെ ഞാൻ കോടതിയുടെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തും. ചതിച്ച് നേടിയതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക്. ആ, തിരിച്ചു കൊടുപ്പിക്കും ഞാൻ. സച്ചിയും കുടുംബവും അനുഭവിച്ച എല്ലാ കണ്ണുനീരിനും സങ്കടങ്ങൾക്കും നിങ്ങള് മറുപടി പറയേണ്ടി വരും. മറുപടി പറയിക്കും ഞാൻ. നിന്റെ ഈ തിളപ്പ് എവിടെ എത്താൻ പോകുന്നില്ല. ആലോചിക്ക്. എന്റെ മുന്നറിയിപ്പ് അവഗണിച്ച നഷ്ടപ്പെടുന്നത് നിന്റെ ജീവനായിരിക്കും. അത് സച്ചിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. ഇനി വരുന്നതൊക്കെ അനുഭവിക്കാൻ നീ തയ്യാറായിക്കോ. കാണാം നമുക്ക്. ശരി, കാണാം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. വക്കീലിനെ പോലും ഭീഷണിപ്പെടുത്താൻ മാത്രം അവക്ക് അത്രയ്ക്ക് ധൈര്യം. വക്കീൽ വന്നേ, അവളുടെ വീട്ടിൽ പോയത് ചോദിക്കണം. സച്ചി ബഹളം വെക്കാതെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇതിനുള്ള മറുപടി അവക്ക് കൊടുത്തേ പറ്റൂ. വക്കീൽ വാ. സച്ചി, എന്നോട് എന്തെങ്കിലും പറഞ്ഞ പോലെ ഞാനത് ക്ഷമിക്കും. പക്ഷേ എന്റെ വക്കീലിനെ ഭീഷണിപ്പെടുത്തിയാ അത് ഞാൻ സഹിക്കില്ല. സച്ചി, ഇപ്പൊ ചോദിക്കാനൊന്നും പോണ്ട. പിന്നെ കണ്ടില്ലെന്നടിച്ച് ഇത് വെറുതെ വിടാനോ?